Hello everyone, welcome to my YouTube channel. Arithmetic sequence-ന്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. കഴിഞ്ഞ 9 സെഷനിലായിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ ആ വീഡിയോസ് ഒന്നും കാണാത്തവർ ദയവ് ചെയ്ത് പോയിട്ട് ആ വീഡിയോസ് കാണുക, അതിനുശേഷം ഇത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. If the sum of the second and fifth terms of an arithmetic sequence is known to be 35, രണ്ടാമത്തെ ടേമിൻ്റെയും അഞ്ചാമത്തെ ടേമിൻ്റെയും തുക സം എന്ന് പറയുന്നത് 35 അങ്ങനെയാണെങ്കിൽ ക്യാൻ വി സേ എനിത്തിങ് മോർ അബൌട്ട് ദ സീക്വൻസ്? നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയത്തില്ല, കോമൺ ഡിഫറൻസ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് പോലെ രണ്ടാമത്തെ ടേമിന് ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങോട്ട് കൊടുത്തു. രണ്ടാമത്തെ ടേം ഇപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എനിക്ക് 10 എന്ന് എടുക്കാം, 10 ആയിക്കോട്ടെ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10 ആണ്. 1 2 3 4 5 6 ഇങ്ങനെ പോട്ടെ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 10 ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ടേം എത്രയാണ്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 35 കിട്ടുമെങ്കിൽ ഒരു ടേം 10 ആണെങ്കിൽ അടുത്ത ടേം ആരായിരിക്കും? 25 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാവേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഒരു ടേം ഡിഫറൻസ് എത്രയാണ്? 25-ൽ നിന്ന് 10 പോകുന്നതാണ്, അതായത് 15 ആണ്. ഓക്കെ, 25-ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 15, അതാണ് ടേം ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ്, അഞ്ചാമത്തെ പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 5 - 2 3 സോ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര വന്നു? 15/3 5 എന്ന് വന്നു. ഇനി സീക്വൻസ് എഴുതാമല്ലോ. പുറകോട്ടുള്ള ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 5 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5 എന്ന് വന്നു. മുമ്പോട്ടുള്ള ടേമുകൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 5 കൂട്ടി പോകണം. ഓക്കെ, അപ്പോൾ 10-നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 15, 15-നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 20, 20-നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 25, 25-നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 30. ഇനി നമുക്ക് നമ്മൾ പൊസിഷൻ എഴുതാറുണ്ടല്ലേ. ഇപ്പം ഞാൻ പൊസിഷൻ എഴുതാണത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ, സിക്സ്ത് പൊസിഷൻ. ഞാൻ ഇതിനെ ഈ 6 ടേമുകളെ ചില പെയറുകളാക്കി തിരിക്കാൻ പോവുകയാണ്. ഇനി ആദ്യത്തേതും, അതായത് പൊസിഷൻ്റെ സം ഒരുപോലെ വരുന്ന പെയറുകൾ. ഇവിടെ ഫസ്റ്റ് പൊസിഷൻ്റെയും സിക്സ്ത് പൊസിഷൻ്റെയും സം എത്രയാണ്? 7 ആണ്. സിമിലർലി സെക്കൻഡ് പൊസിഷൻ്റെയും ഫിഫ്ത്ത് പൊസിഷൻ്റെയും സം എത്ര? പൊസിഷൻ്റെ സം എത്രയാണ്? 7 ആണ്. എഗെയിൻ തേർഡ് പൊസിഷൻ്റെയും ഫോർത്ത് പൊസിഷൻ്റെയും പൊസിഷൻ്റെ സം 7 ആണ്. ഇനി ടേമുകളുടെ സം ഒന്ന് നോക്കാം. ഫസ്റ്റ് പൊസിഷനിലേക്ക് കിടക്കുന്ന ടേമിൻ്റെയും ലാസ്റ്റ് സിക്സ്ത് പൊസിഷനിൽ കിടക്കുന്ന ടേമിൻ്റെയും സം എത്രയാണ്? 30 5 35 ആണ്. ഓക്കെ, സിമിലർലി സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നതും ഫിഫ്ത്ത് പൊസിഷനിൽ കിടക്കുന്നു, നമുക്ക് ഓൾറെഡി അറിയാം 35 തന്നെയാണ്. ദെൻ തേർഡിലും ഫോർത്തിലും കിടക്കുന്നവരുടെ 15 20 എത്രയാണ്? 35 ആണ്. ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 പൊസിഷൻസിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു അനദർ പൊസിഷൻ്റെ സം ആണെങ്കിൽ എന്തായിരിക്കും? സം ഓഫ് ദി ടേംസ് ഓഫ് ഈച്ച് പെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാണ് നമ്മളിവിടെ നിന്ന് എത്തിച്ചേരുന്ന ഒരു സിമ്പിളായിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ മുൻപോട്ടുള്ള പേജ് നമ്പർ 30-ൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 30-ലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് as 100. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, അതായത് ഇപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് ആണ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. വേറെ നമ്മളോട് പറഞ്ഞേക്കുന്നത് 4 അരിത്മെറ്റിക് സീക്വൻസുകൾ ഇതുപോലെ എഴുതാമെന്നുള്ളതാണ്. സോ നമുക്കറിയുന്ന എന്താണ്? ഒരേ പൊസിഷൻ്റെ സം ഒരുപോലെ വരുന്നവരുടെ സം എടുത്ത് നോക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് 2 പെയറാണ് കിട്ടുന്നത് അല്ലേ. x1 പ്ലസ് x4 എന്ന് പറയുന്ന ഒരു പെയറും അതുപോലെ x2 പ്ലസ് x3 എന്ന് പറയുന്ന അടുത്ത പെയറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സം എത്രയായിരിക്കും? 2 പെയറാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഓരോ പെയറിൻ്റെയും സം എത്രയായിരിക്കും? 50 ആയിരിക്കും. 100/2 50 ആയിരിക്കും ഇവരുടെ ഓരോ പെയറിൻ്റെയും സം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എഴുതാൻ എളുപ്പമല്ലേ. ഇപ്പോൾ x1 പ്ലസ് x4 ഇത് മാത്രം അങ്ങ് എടുത്തോളാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നമ്പറിനെ എന്താക്കി എടുത്തു? x1 ആക്കി എടുത്തു. നമുക്ക് 10 എന്ന് തുടങ്ങാം. 10 ആണ് എൻ്റെ ആദ്യത്തെ നമ്പർ എന്ന് പറയും. ബാക്കിയുള്ള 4 ടേമുകൾ അല്ലേ, 4 ടേം കണ്ടുപിടിക്കണം. അപ്പോൾ x1-ഉം x4-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. x1 ഞാൻ 10 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ് വരുന്നത്? x4 എത്രയാണ് വരുന്നത്? 40 ആണ് വരുന്നത് അല്ലേ.
ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഡി കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? ഇവിടുന്ന് ഡി കണ്ടുപിടിക്കുമ്പോൾ 40 ടേം ഡിഫറൻസ് മൈനസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 40 മൈനസ് 10 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മൈനസ് 1 അല്ലേ. അപ്പോൾ എന്ത് വന്നു ഇവിടെ? 30/3 എന്ന് വന്നു. എത്ര വന്നു? 10 ആണ് കോമൺ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു സീരീസിന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് കിട്ടി 10, 20, 30, 40 സമ്മ് 100 അല്ലേ. ഇനി അടുത്ത നമുക്കിനി വീണ്ടും 4 അരിത്മെറ്റിക് സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും ഡിഫറൻസസ് എടുക്കുമ്പോൾ നമ്മൾ ഏത് നമ്പറാണോ എടുക്കുന്നത് ഫസ്റ്റ് ടേമായിട്ട് നമുക്ക് എന്തും എടുക്കാം. അപ്പോൾ ഈ ഡിഫറൻസസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അതായത് നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കുമ്പോഴേ ഈ ഒരു ഡിവിഷൻ ബൈ 3 എടുക്കുമ്പോഴേക്കും നമുക്കൊരു നമ്പർ കിട്ടുന്ന രീതിയിൽ, അതായത് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഫ്രാക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പറയുന്നത് എനിക്കൊരു ഡിഫറൻസ് വരുമ്പോൾ ഈ ടേം ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിക്കുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത സീക്വൻസ് ഞാനിപ്പോൾ 13 എന്ന് എഴുതാണ്. 13 എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്തായിരിക്കും? അടുത്ത 37 ആയിരിക്കും. കാരണം 37 17 കൂട്ടുമ്പോൾ എത്രയാണ്? 50 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം, 10 ഇവിടെ കൂട്ടിയപ്പോൾ 10 ഇവിടെ കുറയ്ക്കുകയാണ്. 3 ഇവിടെ കൂട്ടിയപ്പോൾ 3 ഇവിടെ കുറയ്ക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഈ ഒരു സെയിം മൾട്ടിപ്പിൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 13, 37 അടുത്ത ടേമുകൾ ആരൊക്കെയായിരിക്കും? ഡിഫറൻസ് നോക്കി പോയാൽ മതിയാവും. അതായത് 37 കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഡി ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ആയിട്ടുള്ള ടേം ഡിഫറൻസ് ആയിട്ടുള്ള 37 മൈനസ് 13 ഡിവൈഡ് ബൈ 3. മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞ 3ൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നോക്കുക ഇവിടെ എത്ര വരും? ഇവിടെ 4, 2 24/3 വരും. എത്രയാണ്? 8 ഇവിടെ വരുന്നത് അല്ലേ. 13ഉം 8ഉം 21, 21ഉം 8ഉം എത്രയാണ് വരുന്നത്? 29. രണ്ടാമത്തെ സീക്വൻസ് കിട്ടിയേ. എഗെയിൻ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ഇനി ഈ 3ൻ്റെ +3 ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ കേട്ടോ. അടുത്ത സീക്വൻസ് ആര് വരും? 16 വരും. അപ്പോൾ എഗെയിൻ നമ്മൾ ലാസ്റ്റ് ടേമായിട്ട് എങ്ങനെ എടുക്കേണ്ടത്? 37 നിന്ന് 3 കുറച്ചാൽ മതി, 34 വരും. ഇവരുടെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 34 നിന്ന് 16 കുറയ്ക്കുക ടേം ഡിഫറൻസ്. ഓക്കെ, 34 നിന്ന് 14 കുറച്ച് എത്രയാണ് വരുന്നത്? ഡി ഇസ് ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതാം. ഡി ഇസ് ഈക്വൽ ടു 34 മൈനസ് 16 ആണ് വരുന്നത്. 34 മൈനസ് 16 എന്ന് പറയുന്നത് 18 ആണ്. 18/3 കോമൺ ഡിഫറൻസ് എത്ര വന്നു? 6 എന്ന് വന്നല്ലേ. സോ ഇനി 6 വീതം കൂട്ടി എഴുതാം. എത്രയാണ്? 22. ദെൻ 22നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ 28 വരുന്നു. ഓക്കെ, ദെൻ 34. അടുത്ത എഗെയിൻ എന്ത് ചെയ്താൽ മതി? ഒരു 3 വീതം കൂട്ടി എഴുതിയാൽ മതി. 19 വരും. അപ്പോൾ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് ടേം ഫോർത്ത് ടേം എത്ര വരും? 34 നിന്ന് 3 കുറച്ചാൽ മതി, 31 എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 31 മൈനസ് 19 എത്രയാണ്? 12 ആണ്. 12 ഡിവൈഡ് ബൈ 3 വരുമ്പോഴേക്കും എത്ര വരും? 4 വരും. സോ നമ്മൾ 4 ആണ് നമ്മുടെ ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് പറയും. 4 വീതം കൂട്ടി പോയിക്കേ. അപ്പോൾ 19നോട് 4 കൂട്ടുമ്പോൾ 23 വരും. 23നോട് 4 കൂട്ടുമ്പോൾ 27 വരും. 27നോട് 4 കൂട്ടുമ്പോൾ 31 വരും. ചെയ്തത് മനസ്സിലായോ? ആകെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നമ്പർ ചൂസ് ചെയ്യുന്നതിലാണ് കേട്ടോ. ഞാൻ അവിടെ ചെയ്ത ഒരു കാര്യമേ ഉള്ളൂ. ഡിഫറൻസസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഡിഫറൻസസ് എടുക്കുന്ന സമയത്ത് എന്തായോണ്ട് വെച്ചാൽ മതിയാവും, ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ട നമ്പേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് കിട്ടി. ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 5 ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഇസ് 105. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേംസ്. അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 105 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം അറിയുകയും ചെയ്യാം. ഫസ്റ്റ് ടേം ആരാണ്? 5 ആണെന്നറിയാം. സോ 5 പ്ലസ് ഈ പറയുന്ന എല്ലാ ടീമുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 105 കിട്ടും. സോ നമുക്ക് എന്തറിയാം? x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 അത്രയും സാധനത്തിൻ്റെ സമ്മ എത്രയാണ്? അത്രയും ടേമുകളുടെ സമ്മ എന്ന് പറയുന്നത് 105 നിന്ന് 5 കുറയ്ക്കുന്നതാണ്. കാരണം ഈ 5 അപ്പുറത്ത് പോകുമല്ലോ. ഈ 5 അപ്പുറത്ത് പോകുമ്പോൾ 105 മൈനസ് 5 100 എന്ന് വരും.
ഇനി നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ നടുക്കത്തെ ടേം നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു നടുക്കത്തെ ടേം ആയിരിക്കും എന്ന് പറയുന്നവരുടെ സം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത് 5 ഇവിടെ ഇപ്പോൾ എത്ര ടേമുകളുണ്ട്? x2 x3 x4 x5 x6 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ടേമുകളുള്ളത്. അത് ഇൻറ്റു x4 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 5 ഇൻറ്റു x4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 100 എന്നുള്ള വാല്യൂ കിട്ടില്ലേ? പണ്ടത്തെ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നടുക്കത്തെ ടേം അല്ലേ. ഇവിടെ ഒരു മിഡിൽ ടേം ആയിട്ടാണ് വരുന്നത് അല്ലേ. എത്രയാണ്? x4 is equal to എന്തെന്ന് എഴുതാം നമുക്ക് ഇവിടെ നിന്ന്? x4 is equal to 100/5 എന്ന് എഴുതാം. 100/5 എന്ന് എഴുതുമ്പോൾ എത്രയാണ്? 20 ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 നമുക്കറിയാം എത്രയാണ്? x1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നാലാമത്തെ ടേം എത്രയാണെന്ന് അറിയാം അല്ലേ. 1 2 3 നാലാമത്തെ ടേം 20 ആണെന്നറിയാം. നമുക്ക് എൻ്റയർ സീക്വൻസ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാവേ. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 20-ൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ്. എത്രയാണ്? 15 ആണ് വരുന്നത്. പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 4ഉം 1ഉം ആണ് അല്ലേ. x4ഉം x1ഉം ആണ് നമുക്ക് പറയുന്നത്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 1 3 ആണ് വരുന്നത്. സോ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നു? 5 എന്ന് വന്നു. 5 വീതം കൂട്ടി കൂട്ടി പോയാൽ മതി. 5 5 10 10 5 15 15 5 20 20 5 25 25 5 30. ഇതാണ് നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് പറയുന്നത് ആകെ ഫസ്റ്റ് ടേം മാത്രമേ അറിയുള്ളൂ. ഫസ്റ്റ് ടേമിന് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ബാക്കിയുള്ള രണ്ടാമത്തെ ടേം മുതൽ 6ാമത്തെ ടേം വരെയുള്ളവരുടെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ച് 100 കിട്ടി. ഈ x4 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള റിലേഷൻഷിപ്പാണ് നടുക്കത്തെ ടേം അല്ലേ. നടുക്കത്തെ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സമ്മ് കിട്ടും. ആ ഒരു സീക്വൻസിൻ്റെ സമ്മ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രകാരം ആ ഒരു റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് 5 × x4 നിലവിൽ ഈ ഒരു സീക്വൻസിൻ്റെ മിഡിൽ ടേം ആയിട്ട് കിടക്കുന്നത് ആരാണ്? x4 ആണ്. 5 × x4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. x4 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 100/5 20 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ചെയ്തിട്ടുള്ള പഴയ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്തു. ഡി കണ്ടുപിടിച്ചു. ഡി കണ്ടുപിടിച്ചതിന് ശേഷം സീക്വൻസ് റെഡിയാക്കി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ സം ഓഫ് ദി 7th and the 8th term of an arithmetic sequence is 50. Calculate the sum of the first 14 terms. ഇവിടെ നിങ്ങൾ 14 ടേമുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. 14 ടേമുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം x1 ആണ്. അവസാനത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 14ാമത്തെ ടേമാണ്. അപ്പോൾ ഇവരുടെ സമ്മ് നോക്കിക്കേ എത്രയാണ് വരുന്നത്? 15 ആണ് വരുന്നത് അല്ലേ. പൊസിഷൻ്റെ സമ്മ് വരുന്നത് 15 ആണ്. അപ്പോൾ 14 ടേമുകളുള്ളതിൽ എത്ര പെയറുകളുണ്ടാവും? എത്ര പെയറുകളുണ്ടാവും? 7 പെയറാണ് ഉണ്ടാവുന്നത്. 14 ടേംസ് ഉള്ളതിൽ 7 പെയറായിട്ട് നമുക്കതുപോലെ തിരിക്കാൻ പറ്റും. ഇനി നമുക്കറിയാം 7ഉം 8ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ പൊസിഷൻ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? അതും 15 ആണല്ലോ. അപ്പോൾ x1 + x4 എന്ന് പറയുന്ന ഒരു പെയർ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ x1 നമ്മുടെ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ആരാണ്? x1ഉം x1 + x4 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാലും എത്ര തന്നെ വരുന്നുണ്ടാവുക? 50 ആണ് വരുന്നുണ്ടാവുക. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ഇവരുടെ പൊസിഷൻ്റെ സം എത്രയാണ്? 15 ആണ്. ഇവരുടെയും പൊസിഷൻ്റെ സമ്മ് 50 ആണ്. സോ x1 + x4 എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഇതുപോലെ 7 പേരുണ്ടാവും. x2 + ആരായിരിക്കും? x2 + x13 ആയിരിക്കും. എത്രയായിരിക്കും? അതും 50 ആയിരിക്കും. ദെൻ x3 + ആരായിരിക്കും? x12 ആയിരിക്കും അല്ലേ. 12 3 15 അതും 50 ആയിരിക്കും. ദെൻ x4 + x11 എന്ന് പറയുന്നത് ആരായിരിക്കും? അതും 50 ആയിരിക്കും. x5 + x10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 50 ആയിരിക്കും. എഗെയിൻ x6 + x9 എത്രയായിരിക്കും? അതും 50 ആയിരിക്കും. ദെൻ x7 + x8 അതെത്രയായിരിക്കും? അതും 50 ആയിരിക്കും. സോ ഇവിടെ എത്ര പെയറുകളുണ്ട്? 7 പെയറുകളുണ്ട്. ഓരോ പെയറിൻ്റെയും സം എത്രയാണ്? 50 ആണ്. സോ സം എത്രയാണ്? 7 × 50 350 ആണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവരുടെ പൊസിഷൻ്റെ സമ്മ്. തന്നിരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ സമ്മ് എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെ 15 വരുന്ന എത്ര പെയർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 7 പെയറാണ് വരുന്നത്. ഈ ഒരു പെയറിൻ്റെ സമ്മ് 50 ആണെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെയും എത്രയായിരിക്കും? സമ്മ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഇതുപോലുള്ള പെയറുകൾ അങ്ങനെ 7 പെയറുകളെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചു. സോ 7 × 50 നമുക്ക് 350 എന്നുള്ള വാല്യൂ, 7 × 50 350 എന്നുള്ള വാല്യൂ നമുക്ക് വന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സീക്വൻസിൽ വരുന്ന ആദ്യത്തെ
മൂന്ന് ടേമുകൾ എഴുതാമെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം ഇസ് 30 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഇസ് 300. സോ x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു എത്രയാണ്? 300 ആണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം 30 തന്നിട്ടുണ്ട്. 30 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. എഗെയിൻ നമുക്കറിയുന്ന റിലേഷൻഷിപ്പാണ് മറ്റേ മിഡിൽ ടേം കിട്ടുമ്പോൾ അല്ലേ? എത്രയാണ്? 3 ഇൻറ്റു x2 എന്ന് പറയുന്നതാണ് എന്ത്? 300 എന്ന് പറയുന്നത് അല്ലേ? സം എന്ന് പറയുന്നത് എന്താണ്? നടുക്കത്തെ മിഡിലിൽ വരുന്ന ടേമിൻ്റെ ഇൻറ്റു നമ്പർ ഓഫ് ടേം ആണ്. മിഡിലിൽ വരുന്ന ടേം എന്ന് പറയുന്നത് x2 ആണ്. 3 ഇൻറ്റു x2 നമ്പർ ഓഫ് ടേംസ് 3 ആണ്. 3 ഇൻറ്റു x2 ഇസ് ഈക്വൾ ടു 300 ആണ്. മുകളിൽ എഴുതിയിട്ടുള്ള അതേ റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ x2 ഈക്വൾ ടു നമുക്ക് എന്തെന്ന് വന്നു? 300 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. എത്രയാണ്? 100 ആണ്. സോ x1 നമുക്കറിയാം 30 എന്നറിയാം, x2 നമുക്കറിയാം 100 എന്നറിയാം. ഇവിടെ നിന്ന് ഡിഫറൻസ് എത്രയാണ്? 70 അല്ലേ കോമൺ ഡിഫറൻസ് വന്നേക്കുന്നത്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടി? ഡിഫറൻസ് എന്ന് പറയുന്നത് 70 ആണ്. ഇനി എന്ത്? അടുത്ത ടേം എത്രയായിരിക്കും? 70 കൂട്ടിപ്പോയാൽ മതി, 170 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 ടേം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ടേം ഇസ് 30 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് ഇസ് 300. ഓക്കെ, സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു എത്രയാണ്? 300 എന്ന് വന്നിട്ടുണ്ട്. എഗെയിൻ ഫസ്റ്റ് ടേം 30 എന്ന് വന്നിട്ടുണ്ട്. സോ 30 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 300. ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ 30 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. സോ x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു 300 ബൈ 300 മൈനസ് 30 എത്ര വരും? 270 എന്ന് വരത്തില്ലേ? 270 എന്ന് വന്നു. ഇനിയും നമ്മൾ എഗെയിൻ യൂസ് ചെയ്തിട്ടുള്ള സെയിം റിലേഷൻഷിപ്പ് എത്രയാണ്? 3 ഇൻറ്റു x3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 270 ആണ് നടുക്കത്തെ ടേം. ഓക്കെ, നടുക്കത്തെ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, x3 ഇൻറ്റു 3 അല്ലെങ്കിൽ 3x3. ഓക്കെ, ഇതിന് നമുക്ക് 3x3 എന്ന് എഴുതാം. 3x3 ഈക്വൽ ടു എത്രയാണ്? 270 ആണ്. സോ x3 ഈക്വൽ ടു 270 ബൈ 3 എത്രയാണ്? 90 ആണ് വരുന്നത്. സോ നമുക്ക് കിട്ടി. എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? നമ്മുടെ സീക്വൻസ് ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്? 30, അതുപോലെ തന്നെ 30 കഴിഞ്ഞ് പിന്നെ വരുന്ന ആരാണ്? പിന്നെ നമുക്ക് അറിയത്തില്ല. x2 അറിയത്തില്ല. x3 നമുക്കറിയാം ആരാണ്? 90 ആണെന്നുള്ള കാര്യം അറിയാം. ബാക്കി നമുക്ക് 3 ടേമുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കുക ഇതെങ്ങനെ കണ്ടുപിടിക്കും? നടുക്കത്തെ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നടുക്കത്തെ ടേം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ ഡി എത്രയാണ്? ഡി എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 90 മൈനസ് 30 എത്രയാണ്? 60 ആണ് വരുന്നത്. ദെൻ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3ഉം 1ഉം 2 ആണ് വരുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി 30 ആണ്. സോ 30 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ എത്ര വരും? 30, 60, 90. ഇതാണ് നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇസ് 30 ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഇസ് 300. ഓക്കെ, സോ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 30 ആണ്. ദെൻ 30 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഈക്വൽ ടു എത്രയെന്ന് വന്നു? 300 എന്ന് വന്നു. ദെൻ നമുക്കറിയാം എത്രയാണ്? x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഈക്വൽ ടു എത്രയെന്ന് വന്നു? 300 നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 270 എന്ന് വന്നു. ഇവിടെ നമുക്ക് പെയറുകളാക്കി തിരിക്കാം. പെയറുകളാക്കി തിരിക്കുമ്പോൾ എങ്ങനെ വരും ഇത്? അല്ലെങ്കിൽ നമുക്ക് മറ്റേ പാട് കണ്ടുപിടിക്കാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 30ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 30ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 300 തന്നെ കൊടുക്കാം. 300 തന്നെ കൊടുക്കാം. നമുക്കറിയുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് എഴുതാം. എത്രയാണ്? 5x3 അല്ലേ? 5 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയെന്ന് അറിയാം നമുക്ക്? 300 എന്നറിയാം. സോ x3 കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലേ? x3 ഈക്വൽ ടു 300 ബൈ 5 എത്രയാണ്? 60 വരും. നമുക്ക് പറയുന്ന കാര്യം 30 x1 അറിയാം, x3 അറിയാം. സോ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്രയാണ്? 60 മൈനസ് 30 ആണ്. അത് ബൈ പൊസിഷൻ ഡിഫറൻസ് 3ഉം 1ഉം അല്ലേ? 3ഉം 1 പറയുമ്പോഴേക്കും 2 ആണ്. സോ എന്ത് വന്നു? നമുക്ക് 60ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 15. സോ ഡി എന്ന് പറയുന്നത് 15 ആണ്. 15 വീതം കൂട്ടി എഴുതിയാൽ മതി. സോ 30 കഴിഞ്ഞാൽ 30നോട് 15 കൂട്ടി കഴിഞ്ഞാൽ 45, 45നോട്
15 കൂട്ടിക്കഴിഞ്ഞാൽ 60. ഫസ്റ്റ് 3 ടേമുകളെ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 30, 45, 60 ഇതാണ് ഉത്തരവെന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്തത് ഫസ്റ്റ് ടേം is 30 and the sum of the first 6 terms is 300. അഗെയിൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. എഴുതുന്ന രീതി എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ ഈവൻ നമ്പർ തന്നിട്ടുള്ള ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. സോ നമുക്ക് മറ്റേ പാട് പെയറുകളാക്കി തന്നെ ചെയ്താൽ മതിയാവും. ഇത്രയാണ് 300 വന്നു. 300 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇനി ഇവിടെ എത്ര പെയറുകളുണ്ട്. ഇവിടെയുള്ള നമ്പർ ഓഫ് പെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പെയർ x1ഉം x6ഉം, രണ്ടാമത്തെ പെയർ x2ഉം x5ഉം, മൂന്നാമത്തെ പെയർ ഇത്. ഓക്കെ, അപ്പോൾ 3 പെയറുകളാണ് വരുന്നത്. സോ ഒരു പെയറിൻ്റെ സം കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്താൽ മതി? x1 പ്ലസ് x6ൻ്റെ പെയറിൻ്റെ സം കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്താൽ മതി? 300 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ x1 പ്ലസ് x6 എന്ന് പറയുന്ന ഒരു പെയറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇതിൽ നമുക്ക് എന്തറിയാം? x1ൻ്റെ വാല്യൂ അറിയാം, 30 ആണെന്നറിയാം. സോ 30 പ്ലസ് x6 ഈക്വൽ ടു 100 എന്ന് വന്നു. സോ x6 എന്ന് പറയുന്നത് എത്രയാണ്? x6 എന്ന് പറയുന്നത് നമുക്ക് 70 എന്ന് വന്നു. അപ്പം നമുക്ക് ആദ്യത്തെ ടേമും അറിയാം, അവസാനത്തെ ടേമും അറിയാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോഴേക്കും x6 എന്ന് പറയുന്നത് എത്രയാണ്? x6 എന്ന് പറയുന്നത് 70 വരുന്നത്. സോ 70 മൈനസ് 30 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 5 വരുന്നത് അല്ലേ. അപ്പോൾ എത്ര വരും? 40/5 എന്ന് വരും അല്ലേ. അപ്പോൾ എത്ര വന്നു കോമൺ ഡിഫറൻസ്? ഡി 8 വന്നു. ഓക്കെ, ഇനി 8 വീതം കൂട്ടി എഴുതിയാൽ മതി. 30, 38, ഫസ്റ്റ് ടേം x1 നമുക്കറിയാം 30, 38, 38നോട് 8 കൂട്ടിക്കഴിഞ്ഞാൽ 46 വരും. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് കമൻസിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ.